ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി ഇങ്ങനെ വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ തല കുമ്പിട്ട് കട്ടിൽമേൽ ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് വാതിലും ഇങ്ങനെ ശക്തിയായി വന്ന് ഇടിക്കുന്നു ചെയ്യുന്നത്. മുട്ടൊന്നല്ല അടിക്കുന്നു അമ്മായി. ശ്രുതി ശ്രുതി വാലോർക്കടി എടി ശ്രുതി എടി ശ്രുതി എന്ന് പറഞ്ഞിട്ട് എന്തോ ദേഷ്യം പോലെ ശ്രുതിയോട് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഇറിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അതിന് ശ്രുതിയാണെങ്കിൽ ഏനങ്ങൊന്നുമില്ല, വാതിൽ തുറക്കൊന്നുമില്ല. പ്രീതി വന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മായി അവളിങ്ങനെ ശല്യം ചെയ്യുന്നത്, അവൾ കുറച്ചു നേരം തനിച്ചിരുന്നോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ചേച്ചിക്ക് അനിയത്തിന് മനസ്സ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അമ്മായി അത് സമ്മതിക്കില്ല. എന്തിനവൾ തനിച്ചിരിക്കുന്നത്, അവൾക്ക് എന്ത് വിഷമം, അവൾ കാരണം നമുക്കൊക്കെ അല്ലേ വിഷമം ഉണ്ടാക്കണേന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് ശ്യാം വരുന്നുണ്ട്. ശ്യാം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ ശ്യാമോൻ വന്നോ എന്നൊക്കെ അമ്മായി വലിയ സന്തോഷത്തോടെ ചോദിക്കും. അപ്പൊ ശ്യാമ ചോദിക്കുന്നുണ്ട്, അമ്മായി ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിക്കും. ഇവിടെ ആര് വരാ മോനെ, ഇവിടെ നമ്മുടെ ശ്രുതിയുടെ വീട്ടിലത്തെ സാറൊന്ന് വന്നിരുന്നു. ആര്, അശ്വിനോ? അശ്വിൻ സാർ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞത്. പിന്നെ ആര് എന്ത് ചെയ്തെന്ന് മോൻ പറയണേന്ന് പറഞ്ഞപ്പോൾ എല്ലാ പുറത്ത് ഗേറ്റുമ്മൽ എന്നെ ശ്രുതിനെ കുറിച്ച് മോശമായി എഴുതി വെച്ചേക്കണ ആരോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രാധമായി പ്രീതിമോളെ എന്ന് പറഞ്ഞ് പ്രീതിനെയും കൂട്ടി അവിടേക്ക് പോകും. കൂടെ അമ്മയും പോകുന്നുണ്ട്. 3 പേരും കൂടെ ചെല്ലുന്നത് നോക്കുമ്പോൾ ശ്യാമ് പോകില്ല. അവർ 3 പേര് ചെന്ന് നോക്കുമ്പോൾ ശ്രുതി ശ്യാമ് അങ്ങനെ കുറേ വൃത്തികളൊക്കെ ഗേറ്റുമ്പോൾ ചോക്കൊണ്ട് എഴുതി വെച്ചേക്കുന്നുണ്ട്. എൻ്റെ ഈശ്വര, എൻ്റെ കുടുംബത്ത് അപമാനം ഉണ്ടാക്കുമല്ലോ ഇവളൊരുത്തി കാരണം, ഇതിൽ അവളെന്ത് ചെയ്തു എന്നൊക്കെ അമ്മയും ചോദിക്കുന്നുണ്ട്. ശ്രുതിയിൽ എന്ത് തെറ്റ് ചെയ്ത് വഴി കൂടെ പോണവരാരെങ്കിലും ചെയ്തതല്ലേ, അവളിത് ആ കല്യാണത്തിന് അന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ച് അമ്മായി ഇവിടെ കിടന്ന് പൊട്ടി തെറിക്കിന്. ഇതേ സമയം തന്നെ അശോകൻ്റെ അടുത്ത് ചെന്നിട്ട് ശ്യാമ് പറയുന്നുണ്ട്, തൻ്റെ മോളെ എന്നായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചില്ലേ, കണ്ടില്ലേ പുറത്ത് ഗേറ്റും അതൊക്കെ എഴുതി വെച്ചേക്കണം, ഇതല്ലെങ്കിൽ ഇതിനപ്പുറം സംഭവിക്കും. ഇതെല്ലാം ആരാണാവോ ചെയ്തതെന്നൊക്കെ ആദ്യം പറയും. പിന്നെ പറയും ഇതൊക്കെ ഈ വക്കീലിൻ്റെ ബുദ്ധിന് ചെറിയ ബുദ്ധിയിൽ തോന്നിയതിന്, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഇതിൻ്റെ അപ്പുറവും സംഭവിക്കും, തൻ്റെ മോൾ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും കല്യാണത്തിന് സമ്മതിക്കും ഇതോടുകൂടി, അല്ലെങ്കിൽ അമ്മായി സമ്മതിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ജിലേബിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പാലക്കാടത്ത് അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ഇതും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്യാമ് നമ്മുടെ അശോകൻ്റെ വായിലേക്ക് ഇങ്ങനെ കുത്തി തിരികെ കൊടുക്കുന്നുണ്ട്. ആളാണെങ്കിൽ എന്തോ സംസാരിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷേ പറയെന്ന് പറഞ്ഞപ്പോൾ ഇനി താൻ മിണ്ടരുതെന്നൊക്കെ പറഞ്ഞ് ശ്യാം ഇങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ വീണ്ടും അമ്മായി വന്ന് വാതിലുമ്പോൾ ശക്തിയായി വലിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നു. നീ തുറന്നില്ലെങ്കിൽ ഞാനത് ചവിട്ടി പൊളിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ നിവർത്തില്ലാണ്ടായപ്പോൾ ശ്രുതി തുറന്ന് എന്താ വേണ്ടത് അമ്മായിക്ക് എന്ന് ചോദിച്ചപ്പോൾ എനിക്കല്ലടി വേണ്ടത്, നീ ഇങ്ങോട്ട് വന്നേ, നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ശ്രുതിനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഗേറ്റിൻ്റെ അവിടേക്ക്. പ്രീതിയും അമ്മയൊക്കെ കൂടെ ചെല്ലുന്നുണ്ട്. വിടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ശ്രുതി അത് കാണുമ്പോൾ ശ്രുതിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല എഴുതിയതൊക്കെ കാണുമ്പോൾ. അതിനുശേഷം ശ്രുതിനെ അവിടെ നിന്ന് ചീത്ത അറിയായിരിക്കുള്ളൂ. ആ സമയത്ത് അശോകനെ എന്തോ ചെയ്ത് ശ്വാസം മുട്ടിച്ച് കൊല്ലാനൊക്കെ നോക്കി ശ്യാമ് പിന്നെ പെട്ടെന്ന് അങ്കിൾ കണ്ണ് തുറക്കുക, അങ്കിൾ പേടിക്കേണ്ട അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് ശ്യാമിൻ്റെ ഒരു കരച്ചിൽ പോലത്തെ ഒരു സൗണ്ട് ഗേറ്റിൻ്റെ അവിടേക്ക് കേട്ടപ്പോൾ അയ്യോ അച്ഛയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ച് നമ്മുടെ ശ്രുതിയും പ്രീതിയും അതുപോലെ തന്നെ പെങ്ങളും ഭാര്യയൊക്കെ കൂടി ഓടി ചെല്ലുന്നുണ്ട്. ഓടി ചെല്ലുമ്പോൾ അങ്ങനെ ശ്യാം ഇങ്ങനെ നെഞ്ചൊക്കെ കുഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ ശ്വാസം കിട്ടാണ്ട് ഇങ്ങനെ പെടഞ്ഞ് നിൽക്കണം. അപ്പം വെള്ളം കുടിക്കാമെങ്കിൽ സാരില്ല അങ്കിൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല അങ്കിളിൽ പെട്ടെന്നൊരു വെപ്രാളും ടെൻഷനൊക്കെ പോലെ ഭയങ്കര വിഷമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നാ ഇത് ഇവള് കല്യാണത്തിന് സമ്മതിക്കാണ്ട് പിന്നെ ഗേറ്റുമ്പോൾ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ കേട്ടിട്ട് അവളും മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വിഷമിക്കിന് നിന്നിട്ട് അവിടെ നിന്നും അമ്മായി ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ ശ്രുതിനെ താങ്ങാൻ പറ്റാത്ത രീതിയിലൊക്കെ ശ്രുതിനെ ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും ശ്രുതിക്ക് വേറൊരു നിവർത്തിയൊന്നും ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് സമ്മതിക്കേണ്ട. ശ്രുതി അച്ഛൻ്റെ കാക്കയെ വീട് ഇങ്ങനെ ഇരുന്ന് കരയായിരിക്കുള്ളൂ. ആ സമയത്ത് അവൾക്ക് ഒരു കുലുക്കം ഉണ്ടാവില്ല. അവൾക്ക് നമ്മളെ വീട് നാണക്കേടിൽ മുങ്ങിയാലും അവൾക്ക് കുഴപ്പമില്ല. അവൾക്ക് അവളുടെ വാശി അവളുടെ ഇഷ്ടങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ശ്യാമോൻ എന്താ കുഴപ്പം, ഇവൾക്ക് ഈ വിവാഹത്തിന് സമ്മതിച്ചാലെന്നൊക്കെ പറഞ്ഞ് അമ്മായി എന്ത് ചെയ്തിട്ട് ശ്രുതിനെ അങ്ങനെ വിടണില്ല. അമ്മയ്ക്കും അതുപോലെ തന്നെ ചേച്ചിക്കും ഭയങ്കര വിഷമാവുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. ശ്രുതിനൊന്നും വഴക്കൊന്നും പറയണ്ട അമ്മായി എന്ന് ശ്യാം പറയുന്നത്. ശ്യാമോനൊന്നും മിണ്ടാണ്ട് നിൽക്ക്, ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം അറിയണം, എനിക്ക് പറ്റില്ല, എൻ്റെ ഈ വീടും മുഴുവനും ഇവിടെ ഈ നാണക്കേട് ചോക്കാൻ പറ്റില്ല. ഇന്ന് ഗേറ്റും എഴുതി വെച്ചത് നാളെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സും എഴുതൂല എന്ന് എന്തുറപ്പുണ്ട്, ഇതൊന്നും ഇവൾക്ക് പ്രശ്നമല്ല, ഇവളെ ബാധിക്കുന്നതേ അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കിന് അമ്മായി. അങ്ങനെ അശോകനാണെങ്കിൽ ഇങ്ങനെ കണ്ണും കരയുന്നുണ്ട്. അശോകൻ്റെ കരച്ചിൽ കണ്ടിട്ട് അശോകൻ എന്തോ പറയാനും പറഞ്ഞിട്ട് എന്താ പറയുന്നത്, ഇവിളേ എൻ്റെ ഏട്ടൻ മരിച്ച എൻ്റെ ഏട്ടൻ്റെ ശവം കണ്ടാലും
ഇവള് ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ അമ്മയ്ക്ക് വിഷമാവുണ്ട്. രാധ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഞാനിത് വിഷമം കൊണ്ട് പറഞ്ഞാണ്, അല്ലാണ്ട് ഇവളോട് എൻ്റെ ഏട്ടനെ എന്തെങ്കിലും പറ്റാൻ വേണ്ടി പറഞ്ഞതല്ല എന്നൊക്കെ പറയും. ശ്യാമാണെങ്കിൽ ഇതിലൊന്നും ഒരു ബാധകമല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു നിഷ്കളങ്കനെ പോലെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി എഴുന്നേറ്റ് പെട്ടെന്ന് പറയും സമ്മതം എന്ന് പറയും. അപ്പം അമ്മായി ചോദിക്കുന്നുണ്ട് എന്താ നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് സമ്മതമാണ്, നിങ്ങൾ പറയുന്ന എന്തും ഏതിനും എങ്ങനെയും ഞാൻ അനുസരിക്കാം, എനിക്ക് എല്ലാത്തിനും സമ്മതമാണെന്ന് പറയും. ശ്രുതി അങ്ങനെ സമ്മതം പറയുന്ന സമയത്ത് തന്നെ രാധമ്മായിയുടെ പാവം മാറി. രാധമ്മായി പിന്നെ പാവമായി. ആ സമയത്ത് തന്നെ അശോകൻ ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. ടെൻഷൻ, കല്യാണത്തിന് സമ്മതിച്ചത് മോള് സമ്മതിച്ചു എന്നല്ല, ഇത്രയും നാളെ മോള് സമ്മതിക്കാത്ത ഒരു സന്തോഷം ഉണ്ടായിരുന്നു. മോള് കല്യാണത്തിന് സമ്മതിച്ചെന്ന് അറിഞ്ഞതോടുകൂടി അയാൾക്ക് അയാളുടെ ഭാഗത്തു നിന്ന് പെട്ടെന്ന് ഭയങ്കര പരവേശവും വെപ്രാളവും വിറയലും തലേക്ക് ഇങ്ങനെ താട്ടി പിന്നെ പൊട്ടി കരയും ചെയ്യുന്ന അവരെ മുന്നിൽ നിന്നിട്ട്. കണ്ടോ അച്ഛന് സന്തോഷമായി, ഏട്ടന് സന്തോഷമായി എന്നൊക്കെ രാധയും പറയും. നല്ലായി മോളെ, അച്ഛന് വേണ്ടിയിട്ടെങ്കിലും നീ ഇത് സമ്മതിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ അമ്മായി മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും പറഞ്ഞതല്ല. ശ്യാമോനെ മോള് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മായി ഇതൊക്കെ പറഞ്ഞത്. അല്ലാണ്ട് എനിക്ക് നിന്നോട് ഒരു വിഷമവും ഇല്ല എന്നൊക്കെ പറഞ്ഞ അമ്മായി പെട്ടെന്ന് വിഷമമൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. അമ്മായി പറയുന്നത് മുഴുവൻ ഇങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ട്. ശ്യാമിനാണെങ്കിൽ വളരെയധികം സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ ഇവളെ കല്യാണം കഴിക്കാനുള്ള സമ്മതം കിട്ടി. ഇവളെ ഇനി എൻ്റെ സ്വന്തം എന്നൊക്കെ ഇങ്ങനെ ശ്യാം ഇങ്ങനെ മനസ്സിലൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീതിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. പ്രീതി അനിയത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ശ്രുതി എന്ന് വിഷമത്തോടെ വിളിക്കുന്നുണ്ട്. അമ്മയ്ക്കും അതുപോലെ തന്നെ വിഷമമാണ്. അമ്മയ്ക്കും ശ്രുതിക്കും എന്തായാലും അമ്മയ്ക്കും പ്രീതിക്കും നമ്മുടെ ശ്യാമിനെ വിവാഹം ശ്രുതി കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ അമ്മായിക്ക് ശ്യാമിനെ എങ്ങനെയെങ്കിലും ശ്രുതിയുടെ തലയിൽ കെട്ടി വയ്ക്കാനുള്ള ആഗ്രഹം നോക്കുന്നത്. കല്യാണം ഉറപ്പിച്ചെന്ന് മനസ്സിലായതോടുകൂടി അശോകന്റെ കരച്ചിലിന് ശക്തി കൂടുകയാണ് ചെയ്തത്. അത് സന്തോഷം കൊണ്ടുണ്ടെന്ന് രാധ വരുത്തി തീർക്കും. അങ്ങനെ ശ്രുതി എല്ലാവരുടെ മുന്നിൽ നിന്നും അങ്ങനെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. ശ്രുതി പോകുന്നത് നോക്കി ഇങ്ങനെ ശ്യാമ് നിൽക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.